നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ മാഞ്ചസ്റ്റർ സിറ്റി ഒരു ഫുട്ബോൾ മത്സരം വിജയിച്ചിരിക്കുന്നു. ഈ 70 ദിവസങ്ങൾക്ക് ശേഷമാണ് അവരൊരു എവേ മത്സരം വിജയിക്കുന്നത്. ഇപ്പോൾ ഇക്കഴിഞ്ഞ എല്ലാ കോമ്പറ്റീഷനുകളുമായിട്ട് ഇക്കഴിഞ്ഞ 14 മത്സരങ്ങളിൽ നിന്ന് രണ്ടാമത്തെ മാത്രം വിജയമാണിത്. ലെസ്റ്ററിനെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് തോൽപ്പിക്കുമ്പോൾ ഗോളടിച്ചിരിക്കുന്നു എർലിംഗ് ഹാലൻഡ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഗോളടിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനമായിട്ട് വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ അതിന് അദ്ദേഹം പരിഹാരം കണ്ടു. ഗോളിൻ്റെ വഴിയിലേക്ക് തിരികെ എത്തുന്നു. 14 ഗോളുകളുമായിട്ട് പ്രീമിയർ ലീഗിൻ്റെ ഗോളടി ലിസ്റ്റിൽ അദ്ദേഹം സലാക്ക് പുറകിൽ രണ്ടാമതുണ്ട്. 16 ഗോളുകളാണ് മുഹമ്മദ് സലായുടേത്. ഇപ്പം ഈ ഒരു മത്സരത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം നോക്കുക. മികച്ച പ്രകടനം തന്നെയാണ് എർലിംഗ് ഹാലൻഡ് പുറത്തെടുത്തത്. 100% ഏരിയൽ ഡ്യൂവൽസ് 100% അദ്ദേഹം വിൻ ചെയ്തു. 4 ഏരിയൽ ഡ്യൂവൽസ് 4 വിൻ ചെയ്തു. 30 ടച്ചുകൾ, ഓപ്പോസിഷൻ ബോക്സിൽ 10 ടച്ചുകൾ അദ്ദേഹം നടത്തി. 6 ഷോട്ടുകൾ തീർത്തു. 8 ഡ്യുവൽസിൽ 6 എണ്ണവും അദ്ദേഹം വിൻ ചെയ്തു. 3 ഓൺ ടാർഗറ്റ് ഷോട്ട്, 3 ടേക്ക് ഓൺസിൽ 2 എണ്ണം അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു. 2 ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. 1 ഗോൾ അദ്ദേഹം അടിച്ചു. ബാക്ക് ഓൺ ദി സ്കോർ ഷീറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എർലിംഗ് ഹാലൻഡിൻ്റെ മികവൊന്നും എവിടെയും പോയിട്ടില്ല. ഫോം ടെമ്പററി ആണ്, പക്ഷേ ക്ലാസ് അത് പെർമനൻ്റ് ആണ് എന്ന് പറയാറില്ലേ, അതാണ് എർലിംഗ് ഹാലൻഡിൻ്റെ കാര്യത്തിൽ നമുക്കിപ്പോൾ കാണുന്നത്. അദ്ദേഹം വീണ്ടും ഗോളിൻ്റെ വഴിയിൽ. അദ്ദേഹം വളരെ ഹാപ്പിയാണ്. കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് പോകാം. അദ്ദേഹം പറഞ്ഞു ഗുഡ് വിൻ ആൻഡ് ഇറ്റ്സ് എ ഗുഡ് വിൻ എന്നാണ് അദ്ദേഹം സ്കൈ സ്പോർട്സിനോട് ആദ്യം പ്രതികരിച്ചു. പിന്നീട് അദ്ദേഹം പറഞ്ഞു ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, മുമ്പോട്ട് നോക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഷിറ്റ്സ് ഹാപ്പൻസ്. നിങ്ങൾ അത് റിപ്പോർട്ടറോട് പറയുകയാണ്, യു സോർ ബിഫോർ സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ എന്ന് അദ്ദേഹം പറയുന്നു. ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചതിന് ശേഷം അങ്ങനെ പറയുകയാണ്. ഷിറ്റ്സ് ഹാപ്പൻസ് എന്ന് പറഞ്ഞിട്ടാണ് അത് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നു ഇപ്പം ന്യൂ ഇയർ ആണ്, ഇനി ന്യൂ ഇയർ ആണ്. സോ നമ്മൾ ഇനി അധികം ഇപ്പോൾ ഫുട്ബോളിനെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. കുറച്ച് റെസ്റ്റ് എടുക്കുക, അതിനുശേഷം വീണ്ടും നമുക്ക് മുന്നോട്ട് കുതിക്കേണ്ടതുണ്ട് എന്നുകൂടി എർലിംഗ് ഹാലൻഡ് കൂട്ടിച്ചേർക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് വീണ്ടും എത്താം.